ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂത് പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമുക്ക് 7ാമത്തെ സഭയായ ലവോദിക്ക സഭയ്ക്കുള്ള ദൂത് പഠിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ലവോദിക്ക സഭയ്ക്ക് ലവോദിക്ക ഏഷ്യ മൈനറിൽ ഫിലദൽഫിയയിൽ നിന്ന് 70 കിലോമീറ്റർ തെക്ക് കിഴക്കായും എഫേസുസിൽ നിന്ന് 150 കിലോമീറ്റർ കിഴക്ക് മാറിയും ലൈക്കസ് നദീതടത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമായിരുന്നു ലവോദിക്ക. BC 261-246 കാലത്ത് സിറിയ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന അന്ത്യോക്യസ് രണ്ടാമൻ തൻ്റെ പത്നി ലവോദിസിന്റെ സ്മരണയ്ക്കായി BC 250 പണി കഴിപ്പിച്ചതാണ് ഈ പട്ടണം. ഒരു വലിയ വാണിജ്യ സാമ്പത്തിക കേന്ദ്രമായിരുന്നു ലവോദിക്ക. ജനങ്ങളിൽ കൂടുതലും വലിയ സമ്പന്നന്മാരായിരുന്നു. തിയേറ്ററുകൾ, സ്റ്റേഡിയം, കായിക വിനോദ പരിശീലന കേന്ദ്രങ്ങൾ, ബാങ്കുകൾ, ഇങ്ങനെ അനേക സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. AD 17 61 ഭൂകമ്പത്താൽ പട്ടണം നശിച്ചെങ്കിലും ധനികരായ ജനങ്ങൾ തന്നെ അത് പുനർനിർമ്മാണം നടത്തുകയായിരുന്നു. ലവോദിക്കയിൽ ചെറിയ ചൂടുള്ള ഉഷ്ണ ഉറവുകൾ ഉണ്ടായിരുന്നു. ഇതിലെ വെള്ളം കുടിച്ചാൽ മനുഷ്യർക്ക് ഛർദി ഉളവാക്കുമായിരുന്നു. കണ്ണിൻ്റെ കാഴ്ചക്കുറവിനുള്ള ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഒരു ലേപന ഔഷധം ഇവിടെ നിർമ്മിച്ചിരുന്നു. അടുത്തുള്ള കൊലോസ്യ സഭയ്ക്കുള്ള ലേഖനത്തിൽ ആ ലേഖനം ലവോദിക്ക സഭയിൽ കൂടി കൊടുക്കണമെന്നും ലവോദിക്ക സഭയ്ക്കുള്ളത് കൊലോസ്യ സഭയിലും വായിക്കണമെന്നും പറയുന്നുണ്ട്. കൊലോസ്യർ 4:16 നമുക്കത് കാണാം. ഏഷ്യ മൈനറിലെ മറ്റു സഭകൾ രൂപം കൊണ്ടതുപോലെ ഇവിടെയും സഭയുണ്ടായി എന്ന് കരുതുന്നു. നമുക്ക് ദൂതിലേക്ക് കടക്കാം. 14 വാക്യം മുതൽ 14 വാക്യം. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. സഭയുടെ ദൂതൻ ലവോദിക്ക സഭയുടെ ശുശ്രൂഷകനാണ് കർത്താവ് ഈ ദൂത് നൽകുന്നത്. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി 1-ാം അധ്യായത്തിൽ അവന് വിശ്വസ്ത സാക്ഷിയാണെന്ന് നാം കണ്ടു. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയും സത്യസാക്ഷിയുമാണ് അവൻ. യോഹന്നാൻ 3:30 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 3:30 മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായി സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്ത് സാക്ഷീകരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിച്ച വാക്കുകളാണിത്. അവൻ സ്വർഗത്തിൽ പിതാവായി ദൈവം ചെയ്യുന്നത് കാണുകയും പറയുന്നത് കേൾക്കുകയും ചെയ്താണ് സാക്ഷീകരിക്കുന്നതെന്ന്. യോഹന്നാൻ 12:49-50 വാക്യങ്ങളിൽ കർത്താവ് തന്നെ ഇങ്ങനെ പറഞ്ഞു: ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ എന്നത് പറയണമെന്നും സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവൻ്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. പിതാവ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുകയും പറയുന്നത് തന്നെ പറയുകയും ചെയ്യുന്ന പുത്രൻ പിതാവിൻ്റെ വിശ്വസ്ത സാക്ഷിയും സത്യസാക്ഷിയുമാണ്. ദൈവശിക്ഷയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ. ഈ വാക്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയാണ് പുത്രൻ എന്നൊരു പഠിപ്പിക്കൽ നിലവിലുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ വചനം ആ ആശയത്തെ ഒട്ടും പറ്റാങ്ങുന്നില്ല. മാത്രമല്ല, അനേക വചനങ്ങൾ അതിനെതിരെ നിൽക്കുകയും ചെയ്യുന്നു. ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാൻ 1:1-2 വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ഈ വചനങ്ങൾ അവരുടെ എല്ലാ വാദഗതികളെയും നിഷ്പ്രമമാക്കുന്നവയാണ്. വചനമായ ദൈവപുത്രൻ ഉണ്ടായിരുന്നവനാണെന്ന് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അവൻ ദൈവത്തോടു കൂടെയായിരുന്നവനാണെന്നും ദൈവം ആയിരുന്നവനാണെന്നും പറയുന്നു. പിന്നെ അവൻ എങ്ങനെ സൃഷ്ടിയാവും? വചനമെന്നത് കേവലം വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളോ ശബ്ദങ്ങളോ ആയിട്ടല്ല,
ഒരു വ്യക്തിനാമം ആയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 13 വാക്യത്തിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാം. വെളിപ്പാട് പുസ്തകം 19:13. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനമെന്ന് പേർ പറയുന്നു. ദൈവപുത്രന് പറയുന്ന ഒരു നാമമാണ് വചനമെന്നത്. പുത്രൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുന്നവർക്കായി ഒരു വാക്യം കൂടി വായിച്ച് ആ ഭാഗം നമുക്ക് വിടാം. കൊലോസ്യർ 1:15. അവൻ അദൃശ്യനായി ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സർവസൃഷ്ടിക്കും ആദിജാതൻ എന്ന് പറഞ്ഞാൽ സർവസൃഷ്ടിക്ക് മുമ്പേ ജനിച്ചവൻ എന്നാണല്ലോ. അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല, ദൈവത്തിൽ നിന്നും ജനിച്ച പുത്രനാണെന്ന് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നമ്മൾ വായിച്ച 1 വാക്യത്തിൻ്റെ അവസാന ഭാഗം, സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ. ആമേൻ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ അപ്രകാരം തന്നെ. ഇംഗ്ലീഷിൽ ട്രൂലി എന്നും ബെർലി എന്നുമൊക്കെ പറഞ്ഞിരിക്കുന്നു. പഴയ നിയമം ഇംഗ്ലീഷ് പരിഭാഷയിൽ 30 പ്രാവശ്യം ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ ആമേൻ എന്ന് 50 പ്രാവശ്യവും ബെർലി എന്ന് 101 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളം പരിഭാഷയിൽ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നുവെന്നും സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്നുമുള്ള കർത്താവിൻ്റെ വാക്കുകൾ പുതിയ നിയമത്തിൽ ധാരാളം നാം കാണുന്നുണ്ടല്ലോ. ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടെ മാത്രം ഉപയോഗിച്ചിരിക്കുന്നു. വ്യക്തിനാമമായിട്ടല്ല, വ്യക്തിയായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തന്നെ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ, അല്ലെങ്കിൽ ആമേൻ തന്നെയായവൻ എന്നാണ്. ദൈവജ്ഞാനത്തിൽ ആയിരുന്ന സൃഷ്ടിയെ അപ്രകാരമാക്കി തീർത്തത് പുത്രനാണ്. യോഹന്നാൻ 1:3 കൊലോസ്യർ 1:16 അവന് മുഖാന്തരം സകലവും ഉളവായെന്ന് പറഞ്ഞിരിക്കുന്നു. 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യോഹന്നാൻ 1:3 സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. കൊലോസ്യർ 1:16 സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സൃഷ്ടിപ്പിൽ അവനുള്ള ബന്ധവും സൃഷ്ടിയോടുള്ള അവൻ്റെ ബന്ധവും ഈ വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. സൃഷ്ടിപ്പിൽ അവൻ ആമേനാണ്, അല്ലെങ്കിൽ അപ്രകാരം ആക്കിയവനാണ്. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അവൻ ഉടമയാണ്. അവന് വേണ്ടിയാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. 15-16 വാക്യങ്ങൾ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനുമായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഞ്ഞു കളയും. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ലവോദിക്ക സഭയുടെ പ്രവൃത്തിയെക്കുറിച്ച് കർത്താവ് പറയുന്നത് നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്നാണ്. ആത്മീയ കാര്യത്തിൽ അവർ ചൂടുള്ളവരോ തണുത്ത അവസ്ഥയിലുള്ളവരോ ആയിരുന്നില്ല, രണ്ടുമല്ലാത്തവർ. കർത്താവ് അവരെ നോക്കി പറയുകയാണ്, നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. വിശ്വാസ തീഷ്ണതയുള്ള ആത്മാവിലെരിവുള്ള സുവിശ്വാസികളാണ് സഭയ്ക്ക് ആവശ്യം. ലവോദിക്കയിലെ വിശ്വാസികൾ ആത്മാവില്ലാത്ത ആത്മീയരായി ജീവിക്കുകയാണ്. വിശ്വാസിച്ചമഞ്ഞ് ധനത്തിനും മാനത്തിനുമായി പരക്കം പായുകയാണ്. ഇനി ആത്മീയമായി ചൂടോ തണുപ്പോ ഇല്ലാത്ത ലവോദിക്ക സഭയോട് കർത്താവ് പറയുകയാണ്, നീ ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ വായിൽ നിന്നും ഉമിഞ്ഞു കളയുമെന്ന്. ലവോദിക്കയിലെ ശീതോഷ്ണ ഉറവിയിലെ ഛർദി ഉളവാക്കുന്ന വെള്ളം പോലെ തുപ്പിക്കളയുവാൻ തോന്നുന്ന അവസ്ഥയിൽ ആയിരുന്നു ലവോദിക്ക സഭ. 17-18 വാക്യങ്ങൾ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കരിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് പറയുന്നു. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ലവോദിക്കയിലെ ജനങ്ങൾ സമ്പന്നന്മാരായിരുന്നു. സഭാവിശ്വാസികളും അങ്ങനെ തന്നെയായിരുന്നെന്നു നമുക്കരുതാം.
പണത്തിൻ്റെ കുങ്ക് തലയ്ക്ക് പിടിച്ച വിശ്വാസികൾ, ഞങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവരായിരുന്നു അവർ, മുങ്ങച്ചക്കാരായ വിശ്വാസികൾ. എന്നാൽ കർത്താവ് സഭയുടെ ഉള്ള അവസ്ഥ അറിയുന്നു, അവരുടെ ആത്മീയ നിലവാരം അറിയുന്നു. കർത്താവ് അത് സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമാകുന്നു. തങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് ഊറ്റക്കൊള്ളുന്ന സഭ അവരുടെ ആത്മീയ പാപ്പരത്വം അറിയുന്നില്ല. അവർ യഥാർത്ഥത്തിൽ നിർഭാഗ്യരാണ്. അവർക്ക് നഷ്ടമായിരിക്കുന്നത് അവരുടെ സമ്പത്തിനേക്കാൾ വിലമതിക്കാൻ കഴിയാത്ത അവരുടെ ആത്മാവാണ്. അവർ അരിഷ്ടരാണ്. വലിയ ശോച്യാവസ്ഥയിലാണ് അവരുടെ സ്ഥിതി. വലിയ ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുകയാണ് അവർ. ആത്മീയ അന്ധത ബാധിച്ച് ഇരുട്ടിൽ നടക്കുന്നവരാണവർ. ദശാവസ്ഥം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആത്മീയ നഗ്നരാണവർ. സർദിസിലെ സഭ ഉടുപ്പ് മലിനമാക്കിയെങ്കിൽ അവർ ഉടുപ്പ് നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. ആത്മീയ വിഷയത്തിൽ കൈമുതലായി ഒന്നുമില്ലാത്ത ലവോദിക്ക സഭ മടങ്ങി വന്ന് ദൈവവിഷയത്തിൽ സമ്പന്നരാകേണ്ടതിന് കർത്താവ് അവർക്ക് ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നു. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. ലവോദിക്ക സഭ ദൈവവിഷയത്തിൽ സമ്പന്നൻ ആകേണ്ടതിന് നിർമ്മല വചനം, നിർവ്യാജ സ്നേഹം, സത്യവിശ്വാസം ഇവയിലേക്ക് മടങ്ങി വരണം. ഇതിനായി വാഞ്ചിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്. ജയിക്കുന്നതിന് ലഭിക്കുന്ന വെള്ളയുടുപ്പല്ല ഇവിടെ കർത്താവ് വിവക്ഷിക്കുന്നത്. ലോകം നേടാൻ വേണ്ടി അവർ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞ രക്ഷാവസ്ത്രവും നീതിയുടെ വസ്ത്രവും അവർ വീണ്ടും ധരിക്കണം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2 പറയും പ്രകാരം ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപം. കണ്ണിൻ്റെ കാഴ്ചക്കുറവിന് ലവോദിക്കയിൽ ലഭ്യമായിരുന്ന ലേപന ഔഷധമല്ല. ആത്മീയ അന്ധത മാറ്റുവാൻ സത്യത്തിൻ്റെ പ്രകാശനം അവർക്ക് ലഭിക്കണം. എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഇവയെല്ലാം കർത്താവിൽ നിന്നും വിലയ്ക്ക് വാങ്ങുവാൻ കർത്താവ് ബുദ്ധി പ്രതീക്ഷിക്കുകയാണ്. വിലയ്ക്ക് വാങ്ങുക. ഇവിടെ ഒരു ചോദ്യമുണ്ടാകാം, രക്ഷ കൃപയാലല്ലേ, അത് സൗജന്യമല്ലേ? തീർച്ചയായും. പക്ഷേ ലോകം വിലമതിക്കുന്നതും കർത്താവ് വിലമതിക്കാത്തതുമായ പലതും അവരുടെ ജീവിതത്തിൽ അവർ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം. ലാഭമായിരിക്കുന്നതെല്ലാം ഛേദമെന്നെണ്ണണം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതൽ വാക്യങ്ങളിൽ പറയും പ്രകാരം ലോകമോഹങ്ങളാൽ വഞ്ചിക്കപ്പെട്ട അവരുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മുൻ മനുഷ്യനെ ധരിക്കണം. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. എഫെസ്യർ 4:22 മുതൽ 24 വരെ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. 19-ാം വാക്യം. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ലോകത്തോട് സന്ധി ചെയ്ത് ക്രിസ്തുവിനെ ഹൃദയത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്ന ലവോദിക്ക സഭയെ കർത്താവ് എപ്പോഴും സ്നേഹിക്കുന്നു. മക്കളെ സ്നേഹവും കരുതലുമുള്ള പിതാവ് അവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുമെന്ന് സഭയെ പ്രബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജാഗ്രതയുള്ളവനായി മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ കർത്താവ് സഭയെ ക്ഷണിക്കുന്നു. 20-ാം വാക്യം. ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. വാതിൽക്കൽ നിന്നും മുട്ടുന്നു. ഈ വാതിലിനെ സംബന്ധിച്ചും വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ഒന്നാമത്തേത് കർത്താവിൻ്റെ പുനരാഗമന വാതിൽ ആണിതെന്നുള്ള അഭിപ്രായം. രണ്ടാമത്തേത് കർത്താവിനെ പുറത്താക്കി വാതിൽ അടച്ചിരിക്കുന്ന സഭയുടെ അവസ്ഥയാണിതെന്നുള്ള അഭിപ്രായം. മൂന്നാമത്തേത് ദൈവമക്കളുടെ ഹൃദയവാതിൽ ആണിതെന്നുള്ള അഭിപ്രായം. നാലാമത്തേത് ക്രിസ്ത്യാനികളാകാത്തവരുടെ ഹൃദയവാതിൽ ആണിതെന്നുള്ള അഭിപ്രായം.
ഇങ്ങനെ പലരും പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വാക്കുകൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമുക്കത് മനസ്സിലാക്കാം. ലവോദിക്ക സഭയിലെ വിശ്വാസികളെ പോലെ ക്രിസ്തുവിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാതെ ലോകപ്രകാരം ജീവിക്കുന്ന ഓരോ വിശ്വാസിയോടുമാണ് കർത്താവ് പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന്. അത്താഴം കഴിക്കുക, കൂട്ടായ്മ ആചരിക്കുക. തൻ്റെ കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവരാണെങ്കിലും മടങ്ങി വന്നാൽ അവരുമായുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കുവാൻ താൻ സദാ ഒരുക്കമുള്ളവനാണെന്ന് കർത്താവ് സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. 21 വാക്യം, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ ജയം പ്രാപിക്കുന്ന വിശുദ്ധന്മാർക്ക് തന്നോടുകൂടെ തൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാളും വരം നൽകുമെന്ന് കർത്താവ് വാഗ്ദത്തം നൽകുന്നു. ലോകത്തെയും മരണത്തെയും ജയിച്ച് നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. 22 വാക്യം, ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാ സഭകളോടും അറിയിക്കുന്ന ഈ ദൂത് ഓരോ വിശ്വാസിയും ഏറ്റെടുത്തുകൊള്ളുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. സർദീസിലെ സഭയെപ്പോലെ കർത്താവ് ഒരു നന്മയും കാണാത്ത മറ്റൊരു സഭയാണ് ലവോദിക്ക സഭ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നതോടൊപ്പം 1-ാം ഭാഗവും അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന 2-ാം ഭാഗം പഠിക്കുവാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടം എന്ന വിഷയം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ വിഷയം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്ന് അടുത്ത ക്ലാസ്സിൽ ആ വിഷയം പഠിക്കുവാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ വിശദീകരിക്കാം. ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി യോഹന്നാൻ അപ്പോസ്തലൻ സാക്ഷീകരിച്ചിരിക്കുന്ന ഈ പ്രവചന ഗ്രന്ഥം അത് നൽകപ്പെട്ടിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ക്രൈസ്തലോ.